നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ സംസാരിക്കുന്ന വിഷയം പൂയം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂയം നക്ഷത്രക്കാരുടെ 2026-27 വർഷത്തെ വിഷു ഫലമാണ് നമ്മളിവിടെ പറയുന്നത്. ഈ വിഷുഫലം നമ്മൾക്ക് അറിയാം, മുൻ സമയങ്ങളിൽ ഒരു മാസം മുമ്പ് തന്നെ പ്രവചിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ നിമിത്ത ഫലങ്ങൾ അത്ര നന്നായിരുന്നില്ല. അതുകൊണ്ടാണ് ഇതുവരെയും ഒരു വിഷുഫലം നമ്മൾ പ്രവചിക്കാതിരുന്നത്. ഇപ്പോൾ നമ്മളുടെ പ്രപഞ്ചത്തിന് തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൽ തന്നെ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റത്തില് പൂയം നക്ഷത്രക്കാര് എന്തൊക്കെ ഭാഗ്യങ്ങളെ നേരിടാൻ പോകുന്നു, എന്തൊക്കെ ദൗർഭാഗ്യങ്ങളെ നേരിടാൻ പോകുന്നു, ഇവര് ഈ മുന്നോട്ടുള്ള 12 മാസം എങ്ങനെ കരുതലോടെ ഇരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണമെന്നൊക്കെ നിങ്ങൾക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വളരെയധികം വിജയകരമായിരിക്കും. ഇത് സ്ത്രീക്കെന്നോ പുരുഷനെന്നോ ഇല്ലാതെ ഒരു പൊതുഫലമാണ്. രണ്ടുപേർക്കും ഒരുപോലെ വരുന്ന ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ പൂയം നക്ഷത്രക്കാരുടെ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് പൂയം നക്ഷത്രം എന്താണെന്നും അവരുടെ സ്വഭാവ രീതികൾ എന്താണെന്നും ഒന്നും മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഇത് അറിയാവുന്നവര് സ്കിപ്പ് ചെയ്ത് ഫലത്തിലേക്ക് പോകുക. പൂയം നക്ഷത്രത്തിൽ പിറന്ന ആളുകള് കൂടുതൽ ബുദ്ധിശക്തിയൊക്കെ ഉള്ള ആളുകളായിരിക്കും. ഇവർക്ക് വളരെയധികം വാക്ചാതുര്യവും ശാസ്ത്രത്തിലൊക്കെ ജ്ഞാനവും ഉണ്ടായിരിക്കുന്ന ആളുകളാണ്. ഈ പൂയം നക്ഷത്രം ഒരു പാപദോഷമുള്ള നക്ഷത്രമായിട്ടാണ് കണ്ടുവരുന്നത്. ഈ പൂയം നക്ഷത്രക്കാരുടെ ബാല്യകാലം അത്ര നന്നായിരിക്കില്ല. ചെറിയ ചെറിയ ദുരിതങ്ങളൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഇവർക്ക് തിക്ത അനുഭവങ്ങളിൽ കൂടി പഠിച്ച ഒരു ജീവിതമാകാം പിൽക്കാലത്ത് ഇവരുടെ ജീവിതത്തിൽ ഇവര് പ്രകടമായി പ്രകടിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ചില പൂയം നക്ഷത്രക്കാരെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും പറ്റുന്നതാണ്. ഇവരുടെ മുഖത്തൊക്കെ ചെറിയ മറുകുകളൊക്കെ കാണാൻ കഴിയുന്നതാണ്. എടുത്ത് കാണത്തക്ക രീതിയിലുള്ള മറുകുകളായിരിക്കും. മാതാവിന്റെ ഉപദേശങ്ങളെ ശിരസ വഹിക്കുന്ന ആളുകളായിരിക്കും ഈ പൂയം നക്ഷത്രക്കാര്. സ്നേഹപൂർവമൊക്കെ ഇവർക്ക് പെരുമാറാൻ അറിയുന്ന ആളുകളാണ്. എങ്കിലും എല്ലാവരോടും ഇവർ ഈ പെരുമാറ്റം നടത്തുകയില്ല. ഇവർക്ക് വേണ്ടപ്പെട്ട ചില ആളുകളോട് മാത്രം ഇങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ളവര് ഇത് പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. ഇവര് ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവര് പ്രവർത്തിക്കാറുണ്ട്. പല അപവാദങ്ങളും ഇവർക്ക് നേരെ ഉയരുമെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഇവര് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും പൂയം നക്ഷത്രത്തിൽ പിറന്നവര്. ഇവര് ലക്ഷ്യത്തിന് അടുത്തെത്താറാകുമ്പോഴേക്കും ഇവരുടെ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറി മറ്റൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു സ്വഭാവം ഈ പൂയം നക്ഷത്രക്കാർക്കുണ്ട്. മനസ്സിന് ചഞ്ചല്യം ഉള്ള ആളുകളായിരിക്കും. ശുഭാപ്തി വിശ്വാസത്തോടെ ഇവർ പല കാര്യങ്ങളും ചെയ്യുമെങ്കിലും അവസാനമാകുമ്പോഴേക്കും ആ ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു രീതിയിലുള്ള ആൾക്കാരാണ് ഈ പൂയം നക്ഷത്രക്കാര്. 32 വയസ്സുവരെയുള്ള കാലം ഗുണദോഷ സമ്മിശ്രമായിട്ടാണ് ഇവർക്ക് പോകുന്നത്. സ്വതന്ത്രമായിട്ടുള്ള ഒരു ജീവിതം അതിനുശേഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇവർ വളരെയധികം സഞ്ചാര പ്രേമികളാണ്. ഒരുപാട് യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. ഈ പൂയം നക്ഷത്രക്കാര് സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ എല്ലാവരും നല്ല ആളുകളാകാൻ സാധ്യതയില്ല. അവരെ ചതിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇവർക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും വലിയ രീതിയിൽ ക്ലേശിക്കേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങളില്ല. ഇവര് പാപജാതകമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 1-ാം പാദത്തിൽ ജനിച്ചാല് ഇവർക്ക് തന്നെ ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാകാം. 2-ാം പാദത്തിലാണ് ജനിച്ചതെങ്കിൽ മാതാവിന് ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു നക്ഷത്രമാണ്. 3-ാം പാദത്തിൽ ജനിച്ചാൽ പിതാവിന് ദോഷഫലങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു നക്ഷത്രമാണ്. 4-ാം പാദത്തിൽ ജനിച്ചാല് അമ്മാവനും ദോഷം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ് ഈ പൂയം നക്ഷത്രം എന്ന് പറയുന്നത്. ഇവരുടെ ദാമ്പത്തിക ജീവിതം അത്ര സന്തുഷ്ടമായിരിക്കില്ല. കുടുംബ കലഹവും വിരഹവും ഒക്കെ അനുഭവിക്കുന്നവര് കൂടുതലായിട്ടും ഉണ്ടാവാറുണ്ട് ഈ നക്ഷത്രത്തില്. അപ്പോഴിനിയും ഇവരുടെ വിഷു ഫലങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ 2026-27 വർഷത്തെ ഫലങ്ങൾ നമ്മൾ 4ആയി തിരിച്ച് 3 മാസങ്ങളുടെ പ്രധാനപ്പെട്ട ഫലങ്ങൾ വെച്ചാണ് പറയുന്നത്. ആദ്യമായിട്ട് ഏപ്രിൽ 14 മുതൽ മെയ് ജൂൺ വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത്. ഈ സമയത്ത് നിങ്ങൾക്കൊരു സ്ഥാനഭ്രംശമൊക്കെ സംഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് നിന്ന് മാറി മറ്റൊരു സ്ഥാനത്തേക്കൊക്കെ നിങ്ങൾ പോകുന്നുണ്ട്. അത് തൊഴിലിലാവാം,
നിങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നാവാം, നിങ്ങൾ അവിടെ നിന്നൊക്കെ ഒന്ന് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. പ്രിയപ്പെട്ടവരിൽ നിന്നൊക്കെ നിങ്ങൾ അകന്നു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു മാറ്റം നിങ്ങൾക്ക് അനിവാര്യമാണ് ഈ സമയത്ത്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വേണ്ടത്ര പുരോഗതി ഉണ്ടാവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്. സ്വയം തൊഴിൽ മുതൽ വലിയ ബിസിനസ്സുകാരുടെ കാര്യം വരെയാണ് ഇത് പറഞ്ഞത്. നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതാണ്. മുൻപ് പ്രവർത്തിച്ച പോലെ പ്രവർത്തിക്കാതിരിക്കുക, കൂടുതൽ ശ്രദ്ധ ഇതിലേക്ക് കേന്ദ്രീകരിക്കുക. ഇങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിച്ച സാമ്പത്തിക നഷ്ടം വരാതെ നിങ്ങൾക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം സംഭവിക്കുന്നുണ്ട്. അന്യ സ്ത്രീ പുരുഷ ബന്ധത്തിനൊക്കെ സാധ്യത കാണുന്നു. അത് ചില കേസുകളിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാര്യതടസ്സമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ അഭയം തേടുന്നത് വളരെ നല്ലതാണ്. വിവാഹമാകാതിരുന്നവരുടെ വിവാഹമൊക്കെ കുറച്ചുകൂടി നീണ്ടുപോകുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികൾക്കും അത്ര നല്ല ഒരു അനുകൂല സമയമല്ല. സ്വല്പം പ്രയത്നിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 3 മാസം പറയുകയാണെങ്കിൽ പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അത്ര നല്ല അനുഭവങ്ങളല്ല വരുന്നത്. പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ കുറെ അനുഭവങ്ങളൊക്കെ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ ബന്ധുക്കൾക്കൊക്കെ ദുരിത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ കർമ്മരംഗം ഏതായാലും അതിൽ പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു സമയത്തും സ്ഥാനചലനം വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഒരിടത്തും ഉറച്ചു നിൽക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രതീതിയാണ് കാണുന്നത്. പ്രതീക്ഷകളൊക്കെ നിറവേറാനായിട്ട് അശ്രാന്ത പരിശ്രമം നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. ചില സുഹൃത്തുക്കളൊക്കെ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന ഒരു സമയമാണ്. ജീവിത പങ്കാളിയുടെ ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. സാമ്പത്തിക സഹായമൊക്കെ അതിലൂടെ വന്നു ചേരുന്നതാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് നല്ലൊരു സമയമാണ്. വിളവെടുപ്പൊക്കെ നന്നായിട്ട് നടക്കുന്ന ഒരു സമയമാണ്. ധാർമ്മിക പ്രവർത്തനങ്ങളിലൊക്കെ പങ്കുചേരുന്നതാണ്. സഹോദരി സഹോദരന്മാർക്കൊക്കെ നേട്ടം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ സമയം ദേവീ ഭജനം വളരെ നല്ലതാണ്. ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ്. ഈ 3 മാസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷങ്ങൾ കുറച്ച് കൂടിയിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന മുന്നിട്ട് നിൽക്കണം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ തൊഴിൽ രംഗത്തുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതാണ്. നഷ്ടപ്പെട്ട സ്ഥാനമാനങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നതാണ്. സ്നേഹബന്ധമൊക്കെ വിജയത്തിലെത്തുന്നതാണ്. വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്നതാണ്. ആരോഗ്യനിലയൊക്കെ വളരെ മെച്ചമാകുന്നതാണ്. പൂയം നക്ഷത്രത്തില് ആരോഗ്യം മോശമായിരുന്ന ആളുകളുടെയൊക്കെ ആരോഗ്യം വളരെ മെച്ചമാകുന്നതാണ്. ധനലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. ഭാഗ്യ ലാഭമൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഭവനം മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹമൊക്കെ സഫലമാകുന്നതാണ്. മനോവിഷമതകളൊക്കെ മാറിക്കിട്ടുന്നതാണ്. പുതിയ സൗഹൃദങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ്. തൊഴിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. തൊഴിൽ മാറ്റം ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ നിങ്ങൾക്ക് ആഗ്രഹിച്ച തൊഴിലൊക്കെ ലഭിക്കുന്നതാണ്. സർക്കാർ ഉദ്യോഗത്തിനൊക്കെ സാധ്യത കാണുന്ന ഒരു സമയമാണ്. ഈ സമയം ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സമയമായിട്ടാണ് കാണുന്നത്. മുൻപ് അനുഭവിച്ചിരുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ഉണ്ടാവുന്നുണ്ട്. ചില യോഗങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതുമാണ്. ഇനിയും 2027 തുടക്കത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾക്കൊന്ന് നോക്കാം. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തില് സന്താന ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. ധനലാഭവും ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായിട്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവുന്നുണ്ട്. ശത്രുക്കളെയൊക്കെ പരാജയപ്പെടുത്താൻ കഴിയുന്നതാണ്. ശത്രുശല്യം പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്നതാണ്. നിങ്ങൾക്കെതിരെ ഉണ്ടായിരുന്ന കിംവദന്തികളെല്ലാം മാറി സത്യം പുറത്തു വരുന്നതാണ്. ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ വളരെ ഊഷ്മളതയോടെ മുന്നോട്ട് പോകുന്നതാണ്. ആരോഗ്യനില വളരെയധികം മെച്ചപ്പെടുന്നതാണ്. സ്വന്തം പരിശ്രമത്തിന് വളരെയധികം മുന്നേറ്റം നിങ്ങൾക്കുണ്ടാവുന്നതാണ്. ഇതുവരെ ഉണ്ടായിരുന്ന പരിശ്രമങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് വളരെയധികം ഫലസിദ്ധി ഉണ്ടാകുന്ന ഒരു സമയമാണ്. മുമ്പ് പരിശ്രമിച്ച കാര്യങ്ങളെല്ലാം ഇപ്പോൾ വിജയത്തിലെത്തുന്നതാണ്. കാര്യവിജയവും ശത്രുവിനെതിരെയുള്ള ജയവും ഭവന നിർമ്മാണവും ഉദ്യോഗത്തിലെ കയറ്റവും വിവാഹം എന്നിവയൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. അതായത് എല്ലാ ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഒന്നിച്ചു വരുന്ന ഒരു
സമയമാണ് 2027 ആദ്യ ഭാഗം എന്ന് പറയുന്നത്. ഈ വരുന്ന 6 മാസം നിങ്ങൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പിന്നീടുള്ള സമയങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടേതായി മാറ്റാവുന്നതാണ്. ഈ 6 മാസം നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കടമ. ഈ മേൽ പറഞ്ഞത് പൂയം നക്ഷത്രക്കാരുടെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഇത് നിങ്ങളുടെ ജനന സമയമനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെങ്കിലും പൊതുഫലമായതുകൊണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്ക് ഇത് വന്ന് ഭവിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.